തിരികെ വന്നിടും ഒരു ഇന്ത്യ നിർമ്മിച്ചിടും. ഐഡിയ ഫോർട്ടി കൊണ്ട് ഗ്രാമം നഗരമാകുമ്പോൾ പ്രിയപ്പെട്ടവർ തിരികെ വന്നിടും. നമസ്കാരം. 7510 ഹലോ മാഡം, കേക്കല്ലേ? പറഞ്ഞോളൂ. ആ, ശ്രദ്ധിച്ചു കേട്ടോളൂ. 7510 ഓക്കെ. 14 15 12 14 15 12. അതെ, കസ്റ്റമർ 347 ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം 5 മണിക്കൂറും ഡെയിലി 1 GB ഡാറ്റ *122 നമ്പർ നോക്കിയിട്ടാണ് ചെയ്തത്. കസ്റ്റമർക്ക് ഇപ്പൊ കോള് പോകുന്നില്ല. ഒരു സെക്കൻഡ്. അതായത് കസ്റ്റമറുടെ അക്കൗണ്ടിൽ രാവിലെ പൈസ നടന്നില്ല. പൈസ ഇല്ലാണ്ട് തന്നെയാണ് കോള് പോയത്. അതായത് 11 പൈസ നടന്നു. ഇപ്പോഴും അക്കൗണ്ടിൽ 11 പൈസയാണ്. ഇന്ന് ഉപയോഗിച്ചേക്കുന്നത് വെറും 118 മിനിറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ. നാല് പ്രാവശ്യം കോള് കത്തി ചെയ്ത്. കാരണം പറയാൻ സാധിക്കാത്ത പറയാൻ അറിയണോ? നമ്പർ കൺഫേം ചെയ്യണം. 75 120 41 51 12 2 അതെ. ഹലോ. അതെ അതെ. കോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഇഷ്യൂ ഉള്ളത് കസ്റ്റമർക്ക്. ഏതാ? കോൾ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഉള്ളത്. അതെ അതെ അതെ. കസ്റ്റമർക്ക് ഇന്ന് കോൾ ചെയ്തെന്നാണ് കസ്റ്റമർ പറയുന്നത്. കസ്റ്റമർ കോൾ ചെയ്തു. 118 മിനിറ്റ് സംസാരിച്ചു. ഇപ്പൊ കോള് പോകുന്നില്ല. രാവിലെ 11 പൈസ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും 11 പൈസ തന്നെ ഉള്ളു. ബാലൻസിലപ്പോ കോള് കണക്ട് ആവത്തില്ല സാർ. 1 പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതെ അല്ലെ. രാവിലെയും 11 പൈസയായിരുന്നു. 7:30 വരെ കസ്റ്റമർ കോൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് 118 മിനിറ്റ് സംസാരിച്ചത്. മാഡത്തിന് ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് 11 പൈസയാണ് ഇപ്പോഴും. രാവിലെയും 11 പൈസയുള്ളൂ. ഈ 11 പൈസ വെച്ചിട്ടാണ് ഇത്രയും നേരം അദ്ദേഹം സംസാരിച്ചത്. ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 75 10 14 15 12 അല്ലേ നമ്പർ? അതെ. ഓക്കെ. കോൾ ചെയ്യുമ്പോ എറർ കാണിക്കുന്നത്. കോള് പോണില്ല, കണക്ട് ആവണില്ല. ഐഡിയയുടെ ഓഫറുകളെ കുറിച്ചാ പറയുന്നത്. 118 മിനിറ്റ് ആണെന്ന് ആകെ സംസാരിച്ചത്. അത് *167 *3# അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാലോ. കസ്റ്റമർക്ക് കോള് പോകത്തിന് കാരണം വീക്കിലി ഒരു ക്യാപ്പിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ 1200 മിനിറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൾ ചെയ്യാൻ സാധിക്കുന്നത്. വീക്കിലി മനസ്സിലായില്ല. ഒരാഴ്ചയിൽ 1200 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം 300 മിനിറ്റും ഒരാഴ്ചയിൽ 1200 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. അതായത് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോ പറയുന്നത് ഒരു ദിവസം 5 മണിക്കൂർ വിളിക്കാന്നാ പറയുന്നത്. ഒരു ദിവസം 300 മിനിറ്റ് 5 മണിക്കൂർ. ഒരാഴ്ചയിൽ 1200 മിനിറ്റ്. പക്ഷെ *122 നിങ്ങൾ അൺലിമിറ്റഡ് ആണല്ലോ കാണിക്കുന്നത്. ലിമിറ്റേഷൻ ഉണ്ട് സാർ കോളിന്. ഒരു ദിവസം 5 മണിക്കൂർ മീൻസ് 300 മിനിറ്റും ഒരാഴ്ചയിൽ 1200 മിനിറ്റ് നമ്മൾ. പക്ഷെ അത് കീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം കസ്റ്റമർ റീചാർജ് ചെയ്തത് 3 ദിവസം മുന്നെയാണ് റീചാർജ് ചെയ്തത്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്യാപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ കസ്റ്റമർക്ക് കോൾ ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ ഈ ആഴ്ച വിളിക്കാൻ പറ്റില്ല? ഇല്ല സാർ. അത് ശരി. അപ്പൊ പിന്നെ ഈ 347 ഓഫറിന്റെ പ്രത്യേകത ഇപ്പൊ എന്താ സാർ മാഡം? ഒരു ദിവസം 300 മിനിറ്റും ഒരാഴ്ചയിൽ ആ ക്യാപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ക്യാപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ക്യാപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആഴ്ചകൾക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ചെയ്യാൻ സാധിക്കാത്തത്. അതായത് അപ്പൊ പിന്നെ നിങ്ങൾ ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം കസ്റ്റമർക്ക് പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുക്കണ്ടേ? കസ്റ്റമർ വന്നിട്ട് അല്ലല്ലോ. *122 അടിക്കുമ്പോ എന്താ കാണിക്കുന്നത്? 347 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോളും ഡെയിലി 1 GB നെറ്റ് ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ അത് കസ്റ്റമറിനെ ഒരുമാതിരി പറ്റിക്കല്ലേ? ലിമിറ്റേഷൻ കസ്റ്റമർക്ക് ഐഡിയ കൊടുക്കുന്നില്ലല്ലോ.
ഐഡിയ കൊടുക്കുന്ന ലിമിറ്റേഷൻ തന്നെയാണ് പറയുന്നത്. ഇല്ല, സ്റ്റാർ 122 അടിക്കുമ്പോ കസ്റ്റമർക്ക് കാണിക്കുന്ന എന്താ 347 രൂപയുടെ ഓഫർ എന്താ കാണിക്കുന്നത് ഒന്ന് പറഞ്ഞുതരുമോ? അൺലിമിറ്റഡ് ഓൾ ഇന്ത്യ കോൾസ്. അതെ, പിന്നെ ഈ ലിമിറ്റേഷൻസ് കസ്റ്റമർക്ക് അറിയൂ. അത് പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? അവർക്ക് കടയിൽ വന്നിട്ട് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഐഡിയുടെ ഓഫീസിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിങ്ങനെയാണ്? പറഞ്ഞോളൂ. കസ്റ്റമർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറായി 198 കോൾ ചെയ്യാൻ പറയും. 198 വിളിച്ചു, 1.5 മണിക്കൂർ കഴിഞ്ഞ് കോൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് കസ്റ്റമറോട് വന്നത്. ഇത് തനി തട്ടിപ്പല്ലേ മാഡം? 347 രൂപ ആളുകളെ വെറും വഞ്ചിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഓൾ ഇന്ത്യ കോൾസ് ഫ്രീ, ഡെയിലി 1 GB 28 GB ഡാറ്റ, ശരിയല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ വഞ്ചിക്കാന്നുള്ള കാര്യം ഉറപ്പായി. ഓഫറിന് സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നോർമൽ ഓഫർ കോമൺ ഓഫർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ആണ്. ഓക്കെ, സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് എന്താ മാഡം? സ്റ്റാർ 122 അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഓഫർ അതല്ലേ? അതെ. അതിനെന്താ കാണിക്കുന്നത്? 347 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോള്, ഡെയിലി 1 GB ഡാറ്റ, ശരിയല്ലേ? ഞാനിതിൽ 2 പ്രാവശ്യം പരാതി പറഞ്ഞപ്പോ എന്റെ ഒരു നമ്പർ പറയാം, മാഡം നോട്ട് ചെയ്യത് 9544 078 743. അതിന്റെ റീറ്റെയിലർ നമ്പറാ. ആ നമ്പറിലേക്ക് ഇപ്പൊ കോള് കണക്ട് ആവുന്നില്ല, നിങ്ങൾ കട്ടാക്കിണ്ട്. അതിന്റെ സ്റ്റാറ്റസ് നോക്കി നോക്കിയേ, ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാ. 9544 078 743 ഈ നമ്പറിൽ നിന്ന് ഇപ്പൊ കോള് പോകുന്നില്ല. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? 9544 743. ഇത് ഇതുപോലെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു, അപ്പൊ അവർ കോള് കട്ടാക്കി. ഇപ്പൊ അതിന് റേഞ്ചും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. അല്പ നേരത്തേക്ക് കട്ടായി കിടക്കുകയാണ്, റേഞ്ച് കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. ആൻസർ ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കി. ഞാൻ പറയാം 7 കൊല്ലമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ ഇതൊക്കെ പ്രചരിപ്പിക്കും. കാരണം വെച്ചാൽ ഇത് പക്ക തട്ടിപ്പ് ചെയ്യണത്. പക്ക തട്ടിപ്പ് കൊണ്ട് പക്ക തട്ടിപ്പ്. ആളുകളെ പറ്റിക്കുക. 347 രൂപ മേടിക്കുക, പറ്റിക്കുക. 5 മണിക്കൂർ കസ്റ്റമറോട് പറയാതെ പറ്റിക്കുക പറഞ്ഞ. എന്നിട്ട് ഒരു മാസം ഒരാഴ്ചയിൽ ഇത്ര ലിമിറ്റേഷൻ വെക്കുക. പിന്നെ കസ്റ്റമർ വേറെ റീചാർജ് ചെയ്യണോ? അപ്പൊ ഞാനിപ്പോ വേറെ റീചാർജ് ചെയ്യാൻ പറയണോ ഇയാളോട്? പറയണോ? മാഡം പറയൂ, മറുപടി പറയൂ. ഹലോ, കണ്ട മറുപടി ഇല്ല, മറുപടി ഇല്ല. ഹലോ ഹലോ, കണ്ടില്ലേ? ഇതാണ് ശുദ്ധ തട്ടിപ്പ്. ശുദ്ധ തട്ടിപ്പ്, ശുദ്ധ തട്ടിപ്പ്. അപ്പൊ മറ്റേ സിം ഉപയോഗിക്കാൻ പറ്റാണ്ടായി ഇപ്പൊ. അപ്പൊ ദയവേത് ഇത് ഷെയർ ചെയ്യണം, നന്നായിട്ട് ഷെയർ ചെയ്യണം. ഇത് നമ്മളെ ശരിക്ക് പറ്റിച്ചോണ്ടിരിക്കണ ഐഡിയ, ശരിക്ക് പറ്റിച്ചോണ്ടിരിക്കണം. ഹലോ 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 ഹലോ, കണ്ട വീണ്ടും ഹോളിലിട്ടു. വേണം അത് നമ്മൾ ഫൈനാൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു ലിമിറ്റേഷൻസ് അൺലിമിറ്റഡ് കോളാണ് അവർ പറഞ്ഞത്. അതാണ് ഇപ്പൊ ഈ പറയുന്ന ഈ 5 മണിക്കൂർ ഉപയോഗിക്കുന്നത്. വെറും 118 മിനിറ്റ് കസ്റ്റമർ ഉപയോഗിക്കുന്നത്. വെറും 118 മിനിറ്റ്. അതായത് ഇതിപ്പോ എല്ലാവരും ഷെയർ ചെയ്യാണ്. ഇതിപ്പോ ഹോൾഡ് ചെയ്യാണ്. കാര്യമായിട്ട് നന്നായിട്ട് ഷെയർ ചെയ്യണം. ഇത് ലൈവായിട്ട് കൂടിയ സംഭവമാണ്. എല്ലാവരും ഷെയർ ചെയ്യണം. ഒമ്പത് മിനിറ്റ് അതിപ്പോഴും അവർക്ക് മറുപടി അവര് പറയുമ്പോ അതങ്ങനെയാണ് ഇങ്ങനെ കട്ടാക്കി. അപ്പൊ മനസ്സിലായില്ലേ? അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. ശ്രദ്ധിക്കുക, പ്രതികരിക്കുക.